ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? വിഷുവൊക്കെ എല്ലാവരും ആഘോഷിച്ചോ? ഇന്ന് നമുക്ക് മുളകിട്ട ഒരു മീൻകറി, തേങ്ങ അരയ്ക്കാതെ വെച്ച മീൻകറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അടികട്ടിയുള്ള ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഉലുവ, ഒരു 1/4 സ്പൂൺ ഉലുവ അല്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ ഉലുവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 സ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടി ഉലുവയൊക്കെ നല്ല മൂക്കുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഒരു അളവറിയാമല്ലോ. ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഇത്രയും ചതച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഈ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് മാറും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ എല്ലാവരും. ഞാനിപ്പോൾ കുറച്ച് മീനേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി അതിൻ്റെ നിറം മാറി വരുന്നവരെ നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതെ ശ്രദ്ധിച്ചോളണേ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി അതൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഞാൻ ചെറിയ ഉള്ളി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഉള്ളി നല്ലപോലെ മൂത്ത് കിട്ടണം. അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വാടി വരണ ഒരു ഇതുണ്ടല്ലോ, പരുവം. അതുവരെ നമുക്ക് കൂടെ ഇളക്കി കൊടുക്കാം. അതുവരെ നമുക്ക് ഉപ്പിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഞാൻ അതിലേക്ക് 2 പച്ചമുളക് നടുകനെ മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കണം, ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും, കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കണേ എല്ലാവരും. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കശ്മീരി ചില്ലി, പിന്നെ 1 സ്പൂൺ സാദാ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പൊടിയൊന്നും കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. പൊടി നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്ന ഇതുവരെ ഇളക്കണം. ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്യാൻ മറന്നുപോയി. നിങ്ങൾ അതിലേക്ക് ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കണേ.
ഇനി ഇതിലേക്ക് മീഡിയം സൈസ് ഒരു തക്കാളിയുടെ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ അരച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒരു മിനിറ്റ് ഇളക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മീൻ വയ്ക്കാൻ തുടങ്ങുന്ന സമയം തന്നെ ഒരു 3 പീസ് കുടംപുളി വൃത്തി കഴുകിയിട്ട് നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഇട്ട് വെച്ചതാണേ. ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് സാദാ പുളി വെള്ളത്തിയിട്ട് വെച്ചിരുന്നു. അതിൻ്റെ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എനിക്ക് മീൻ കറിക്ക് കുറച്ച് പുളിയുള്ളത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ പുളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ സമയത്ത്. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് നല്ലപോലെ തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മീനിൻ്റെ കൂട്ടൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരോ പീസായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തവിയിട്ട് ഇളക്കരുത്. ഇങ്ങനെ ചുറ്റിച്ച് വെക്കുകയേ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ മീൻ പീസ് പൊടിഞ്ഞു പോകും കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം മീൻ വേവുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ്സോളം. കൂടെ അത് ഇങ്ങനെ ഇതുപോലെ ചുറ്റി വയ്ക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ ചിലപ്പം അടി പിടിച്ചേക്കാം. അതുപോലെ ലോ ഫ്ലെയിമിലും ഇട്ട് കുക്ക് ചെയ്താൽ മതി. പിന്നെ ലാസ്റ്റ് എടുക്കാറാവുന്ന സമയം ഒരു 1/2 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മീൻകറി നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ചാറായിട്ട് വേണമെങ്കിൽ അങ്ങനെ, അല്ല കുറച്ച് കട്ടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. പുതിയൊരു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ ഗൗരി പാർവതി വ്ലോഗ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ഗൈസ്.